നമസ്കാരം. വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് കപ്പലെടുത്തു. ഇത് അഭിമാനത്തിന്റെ നിമിഷം. ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ തീരത്തെ പുൽകുമ്പോൾ ഇത് അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ്. നമുക്കറിയാം, ഏതാണ്ട് 9 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. രാജ്യത്തിന്റെ ചരക്ക് നികുതി രംഗത്ത് ഒരു നിർണായക സാന്നിധ്യമായി വിഴിഞ്ഞം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അന്തർദേശീയ കപ്പൽചാലിന്റെ സമീപത്തുള്ള കപ്പൽ പോർട്ട്, കരയിൽ നിന്നുള്ള ദൂരം എന്നത് വളരെ കുറവ്, ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഇന്റർനാഷണൽ പോർട്ട് യാഥാർത്ഥ്യമാകുന്നു. നമുക്കറിയാം, 2015 UDF സർക്കാരിന്റെ കാലത്താണ് കരാർ അദാനിക്ക് കൈമാറുന്നത്. അതേ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ നിർമ്മാണം തുടങ്ങി. 1000 ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ലക്ഷ്യമിട്ടത്. എന്നാൽ പിന്നീട് പല വെല്ലുവിളികളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായി. ഓഖിയും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും കോവിഡ്-19 വിഴിഞ്ഞം സമരവും ഇവയെല്ലാം നിർമ്മാണ പ്രവർത്തനത്തിന് കാര്യമായ തടസ്സങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ഇതേ ചൊല്ലി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു. പദ്ധതിയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പലരും അഴിമതി നടത്തിയെന്ന വാദവുമായി അന്നത്തെ പ്രതിപക്ഷം മുന്നോട്ട് വന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി വർഷങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടിക്ക് അന്വേഷണ കമ്മീഷന്റെ ക്ലീൻ ചീറ്റ് ലഭിച്ചു. പദ്ധതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആരും അഴിമതി നടത്തിയിട്ടില്ല എന്നും രാഷ്ട്രീയപരമായ ഒരു ദുരുപയോഗവും നടന്നിട്ടില്ല എന്നും പദ്ധതിയുമായി ധൈര്യമായി മുന്നോട്ട് പോകാമെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ കാര്യങ്ങൾ പരാമർശിച്ച് ജസ്റ്റിസ് PN രാമചന്ദ്രൻ കമ്മീഷൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് റിപ്പോർട്ടുകളും സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന ആവശ്യവുമായി അത് ശക്തമായി ഉന്നയിച്ച് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ K സുധാകരനും മുന്നോട്ട് വന്നു. പദ്ധതി അട്ടിമറിക്കാൻ നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടും തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ് എന്നും കേരളത്തിന്റെ വികസന സ്തംഭമായി മാറേണ്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇത്രയേറെ വൈകിപ്പിച്ച് കനത്ത നഷ്ടം വരുത്തിയ ശേഷം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണം അഴിച്ചുവിട്ടത് അല്പത്തരമാണ് എന്നും അവർ വാദമുന്നയിച്ചു. തന്നെയുമല്ല, പിണറായി വിജയന് മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യമായി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയുടെ കപ്പലായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരം പുൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വരവേൽപ്പ് സമ്മേളനം നാളെ കാലത്ത് 10 മണിക്ക് തന്നെ നടക്കും.